നമസ്കാരം. കേരള വിഷൻ ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരു പുത്തൻ വാർത്താ ദിനം ആരംഭിക്കുമ്പോൾ ഇന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിൽ സാമ്പത്തിക സർവേ റിപ്പോർട്ടും ഇന്ന് അവതരിപ്പിക്കും. രാവിലെ 10 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണും. അതുപോലെ തന്നെ അന്തരിച്ച ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ സംസ്കാരം ഇന്ന് നടക്കും. തുടങ്ങിയ നിരവധി വാർത്തകളുണ്ട്. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ഇന്ന്. വികസനവും ക്ഷേമവും ഉൾക്കൊള്ളുന്ന ബജറ്റാകുമെന്ന സൂചന. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം മാത്രമാണ് തടസ്സമെന്ന് ധനവകുപ്പ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണമടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിൽ DGCA അന്വേഷണം പുരോഗമിക്കുന്നു. സ്വകാര്യ വിമാന കമ്പനിയുടെ ഓഫീസിലും അപകട സ്ഥലത്തും ഉദ്യോഗസ്ഥരുടെ പരിശോധന. അജിത് പവാറിന്റെ സംസ്കാരം ഇന്ന് ബാരാമതിയിൽ. ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 125 രാജ്യങ്ങളിലെ പ്രവാസി പ്രതിനിധികൾ പങ്കെടുക്കും. പരിപാടി ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷം. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. 7.4% വളർച്ച കൈവരിച്ചെന്ന സൂചന. സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണും. T20 പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. 216 റൺസിന് ഇന്ത്യയെ തകർത്ത ന്യൂസിലാൻഡിനെതിരെ 18.4 ഓവറിൽ 165 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി.